ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിക്കേണ്ട എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP വക നിർദ്ദേശം. കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ പരിധിയിൽ വരേണ്ടെന്നും നിർദ്ദേശമുണ്ട്. ഇതുവരെ 18 പരാതികളാണ് പോലീസിന് കിട്ടിയത്. എല്ലാ പരാതികളും അന്വേഷിക്കാൻ പ്രത്യേക സംഘങ്ങളെ ചുമതലപ്പെടുത്തി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ശേഷം ആദ്യം പുറത്തു വന്ന വിവരം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയ പൂർണ്ണമായ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നായിരുന്നു. എന്നാൽ ഇന്നലെ DGPയുടെ അധ്യക്ഷതയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഒരു യോഗം ചേർന്നിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും ഉന്നത IPS ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് DGP ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ വായിക്കേണ്ട, അത് സർക്കാരിനോട് അതിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായതിനാൽ അതിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് DGP നൽകിയ നിർദ്ദേശം. എന്നാൽ പോലീസിന്റെ മുന്നിലെത്തുന്ന പരാതികൾ കൃത്യമായി അന്വേഷിക്കണം, അതിൽ മൊഴിയെടുത്ത് കേസെടുക്കണമെന്ന നിർദ്ദേശവും DGP കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രത്യേക അന്വേഷണ സംഘം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും തുടർ നടപടി എടുക്കുകയുള്ളൂ. ഇതുവരെ 18 പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അത് ലോക്കൽ പോലീസിലും അത് നേരിട്ട് DGPക്കും അതേപോലെ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇമെയിൽ മുഖേന ലഭിച്ച പരാതികളാണിത്. ഇതിൽ ഒരു നടി 7 പരാതികൾ നൽകിയിട്ടുണ്ട്. അതിൽ എല്ലാ പരാതികളും അന്വേഷിക്കാൻ പ്രത്യേക സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ 2 സംഘങ്ങളായിട്ട് ഉത്തരമേഖല, തെക്കൻ മേഖല, ഇങ്ങനെ 2 സംഘങ്ങളായിട്ടായിരിക്കും അന്വേഷിക്കുക. ഉത്തരമേഖലയിൽ ഐശ്വര്യ ഡോങ്റെ, പൊങ്കുടിലെ IPS എന്നിവർക്കാണ് അതിൻ്റെ ചുമതല. തെക്കൻ മേഖലയിൽ അജിത ബീഗം, അതേപോലെ മെറിൻ ജോസഫ് IPS എന്നീ 2 വനിതാ IPS ഉദ്യോഗസ്ഥർക്കാണ് ചുമതല. ഈ വനിതാ IPS ഉദ്യോഗസ്ഥർ ഈ 2 മേഖലയിലുള്ള കേസുകളിൽ അതിൽ പരാതിക്കാരി അവരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം പ്രതികളായിട്ടുള്ളവരെ ചോദ്യം ചെയ്യും. എന്തായാലും നിലവിൽ ഇന്ന് കൊച്ചിയിലുള്ള നടിയെയും അതേപോലെ തിരുവനന്തപുരത്തുള്ള നടിമാരെയും മൊഴിയെടുക്കാൻ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അന്ന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു.